മലയാളികൾ ഇന്ന് കേട്ട ഏറ്റവും വലിയ സങ്കടവാർത്തയിൽ ഒന്നു തന്നെയായിരുന്നു രാജേന്ദ്രൻ എന്ന നടൻ്റെ മരണം. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിനെ അവസാന നോക്ക് കാണാനായി എത്തിയ കാഴ്ചയാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഇലക്ഷൻ സമയത്ത് വയ്യാതെ കിടന്ന അദ്ദേഹം വോട്ട് ചെയ്യാൻ മാത്രം വന്നിരുന്നു. വയ്യാതിരുന്നിട്ടും വോട്ട് ചെയ്യാൻ എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് മാധ്യമങ്ങൾ രാജേന്ദ്രൻ്റെ അടുത്ത് പ്രതികരിക്കാൻ പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ നടൻ ദേവൻ ഇവിടെ മത്സരിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ പറയുകയും അവനെ പിന്തുണയ്ക്കാനാണ് ഞാനിവിടെ വോട്ട് ചെയ്യാൻ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. രാജേന്ദ്രനും നടൻ ദേവനും വളരെയധികം അടുപ്പമുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അവരുടെ സൗഹൃദം ഇതിനു മുൻപും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. സിനിമയ്ക്കകത്തും പുറത്തുമായി നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവർ തന്നെയാണ് ഇവർ. അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നതും ആരാധകരും ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്നൊരു വാർത്തയാണിതെന്ന് കൂടി പറയാം. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും അതോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്നതും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആരാധകർക്ക് പ്രീതി വെറുതെ മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇപ്പോൾ രാജേന്ദ്രനെക്കുറിച്ച് നിരവധി താരങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. നടൻ ദേവനും രാജേന്ദ്രനും തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടായിരുന്നുവെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നടൻ ദേവൻ തകർന്നിരിക്കുന്ന അവസ്ഥയും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടും തന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ദേവനെ മനസ്സിലാവുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അവസാന നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയത്. അക്കൂട്ടത്തിൽ നടൻ ദേവനും എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടൻ ദേവൻ അവിടേക്ക് എത്തി. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് വിട നൽകാൻ അദ്ദേഹം എത്തി അവിടെ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുകയും ചെയ്തു. ഭാര്യയോടൊപ്പം മകനോടൊപ്പം കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന ദേവനെയും കാണാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രം സ്നേഹമാണ് അവർ തമ്മിലുള്ളത് എന്നുകൂടി നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതിയും ഇതിൽ കാണുന്നുണ്ട്. പ്രേക്ഷകരുടെ ഓരോ തവണയും സംസാരിക്കുമ്പോഴും ദേവനും അദ്ദേഹവും തമ്മിലുള്ള ഒരു വിശ്വാസം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രമാത്രം സുപരിചിതമായ ഒരു മുഖം തന്നെയാണ് ഇരുവരും തമ്മിലുള്ളത്. ഓരോ തവണയും പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തെന്നും സഹോദര തുല്യനെന്നും പറഞ്ഞു തന്നെയാണ് രാജേന്ദ്രനും ദേവനും പരസ്പരം പരിചയപ്പെടുത്താറുള്ളത്. എപ്പോഴും ഇവർ ഒരുമിച്ച് കാണാറുണ്ട്. ഇത്രയും നാൾ രാജേന്ദ്രന് സുഖമില്ലാതിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയിട്ടുള്ളതും ദേവൻ തന്നെയാണ്. അത്രമാത്രം അടുപ്പമുള്ള സൗഹൃദം പല പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു സൗഹൃദം കൂടിയാണ് ഇരുവരും തമ്മിലുള്ളത് എന്നുകൂടി പറയാം. അത്രമാത്രം അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വേദനയും മനസ്സിലാകുന്നുണ്ട്. ദേവന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സമയമാണ്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മരണം ഒട്ടും താങ്ങാനാവാതെ തന്നെയാണ് നടൻ ദേവൻ ഇപ്പോൾ കഴിയുന്നത്. അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.